എല്ലാവർക്കും ജോഷൂസ് വേൾഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വൈകുന്നേരം അങ്ങനെ ഇരുന്നപ്പോ കെട്ടിയോന്റെ വക പതിവില്ലാതൊരു ചോദ്യം. നാളെ എന്നാ പരിപാടി? ഒന്ന് പുറത്തു പോയാലോ? ഒരു ബാർബിക്യൂ ചെയ്താലോ? ട്രിപ്പ് എന്ന് കേട്ട പാടെ എന്റെയും ജോഷുവിന്റെ മനസ്സിലേട്ട് പൊട്ടി. പക്ഷെ ബാർബിക്യൂവിന് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യണമല്ലോ എന്ന് ഓർത്തപ്പോ ഞാൻ പെതിയൊന്ന് വലിയ നോക്കി. പക്ഷെ പുള്ളിയുടെ വക നല്ല മാസ് ഡയലോഗ്. ബാർബിക്യൂവിന്റെ കാര്യം ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട, എല്ലാം ഞങ്ങൾ സെറ്റ് ചെയ്തോളാം. ആരാണ് ഞങ്ങൾ? അപ്പോൾ പുള്ളിയുടെ ബാക്കിയൊരു ചോദ്യം, അപ്പം തിന്നാ പോരെ കുഴി എണ്ണണോന്ന്. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ കാര്യങ്ങളെന്ന് ഞാനും വിചാരിച്ചു. പിന്നെ ഈ പോകുന്ന വഴി നല്ല അടിപൊളി വ്യൂ ആണ്. റൗണ്ട് ബോട്ടുകൾ മാത്രം കണ്ടുകിടന്ന ലെസ്റ്ററിൽ ഇത്രയും മനോഹരമായ സ്ഥലങ്ങളുണ്ടെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ വന്നേക്കുന്നത് ഈസ്റ്റ് മിഡ്ലാൻഡ്സിലെ ഒരു നാച്ചുറൽ റിസർവോയറിലേക്കാണ് വന്നേക്കുന്നത്. ഒരു ഫാമിലിക്ക് ഒരു ഫുൾ ഡേ എൻജോയ് ചെയ്യാൻ പറ്റുന്നതായ എല്ലാ ഫെസിലിറ്റീസും നൽകുന്ന ഒരു പാർക്കാണിത്. നമുക്ക് അഡൾട്ട്സിനാണെങ്കിലും ചിൽഡ്രൻസിനാണെങ്കിലും ശരി തന്നെ നമുക്ക് ഫുൾ ഡേ എൻജോയ് ചെയ്യാൻ പറ്റുന്ന എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. നമുക്ക് ഇപ്പം നമ്മൾ വന്നേക്കുന്നത് അതിൻ്റെ സ്കൈസ് ലൈൻ എൻട്രൻസിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ടിക്കറ്റ് ഒക്കെ എടുത്ത് ഞങ്ങൾ അകത്തേക്ക് കയറി. എവിടെ പോയാലും പാർക്കിംഗ് ആണ് നമ്മുടെ ഒരു വലിയ പ്രശ്നം. ഇവിടെ പക്ഷേ അങ്ങനെ ഒരു കാര്യത്തിൽ ടെൻഷനേ വേണ്ട. വിശാലമായ പാർക്കിംഗ് ഉണ്ട് ഇവിടെ. അങ്ങനെ ആദ്യത്തെ ഫാമിലിയെ മീറ്റ് ചെയ്തു, മത്തായിച്ചൻ ആൻഡ് ഫാമിലി. അപ്പോഴേ മനസ്സിലായി സംഭവം എന്ത് പൊളിക്കുമെന്ന്. ദേ നമ്മുടെ അടുത്ത ഫാമിലി ഒന്ന് മീറ്റ് ചെയ്യാലോ. അങ്ങനെ പതിയെ ടേബിളും കാർപ്പറ്റും ചെയറും ഒക്കെ സെറ്റായി ഞങ്ങൾ പതിയെ ഞങ്ങളുടെ പരിപാടി തുടങ്ങാനായിട്ട് ആരംഭിച്ചു. ബീച്ചല്ലല്ലോ ശരിക്കും, ആക്ച്വലി ഇതൊരു റിസർവോയർ അല്ലേ. പിന്നെ നമുക്കിത് ലെസ്റ്ററിലെ ബീച്ച് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. ചേച്ചി ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ ഇവിടെ? അതുകൂടാതെ ഇവിടെ അടുത്ത് ഒരു ഇൻഫോർമേഷൻ സെന്ററും ഒരു ചെറിയ കഫേയും പിന്നെ നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ള ടോയ്ലറ്റ് ഫെസിലിറ്റിയും ഒക്കെ അവൈലബിൾ ആണ്. കുട്ടികൾ അവരുടെ സ്കൂട്ടർ സൈക്കിളും ഒക്കെ എടുത്ത് കളിക്കാൻ റെഡി ആയി കഴിഞ്ഞു. നമുക്കൊന്നും ചെയ്യാനില്ല. ഇതുകൊണ്ട് സ്റ്റാൻഡാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് നമുക്ക് എവിടെയാണ് കിട്ടും. മാൽഡിയിലുണ്ട്, മോർഷനിലുണ്ട്, ബിയാങ്കിലൊക്കെ ഉണ്ടാവും. പക്ഷേ ഇത് ടെസ്കയിലുണ്ട്. അവിടെയൊക്കെ 2.5 പൗണ്ടേ ഉള്ളൂ. ബിയാങ്കിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇവിടെ വില കൂടും. എന്ന് വെച്ചാൽ അത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ എല്ലാം റെഡിമെയ്ഡാണ്. ഒന്നും ചെയ്യാനില്ല. തീ കൊളുത്തുക, പേടി ഇറച്ചി എടുത്തോണ്ട് പോകാം. ദാറ്റ്സ് ഓൾ. വേറെ ഒന്നും ചെയ്യാനില്ല. ഇത് ഇവിടെ തന്നെ വച്ചിട്ട് പോകാം. ഒരു സ്റ്റാൻഡ് പോലെ ഇതിൻ്റെ സ്റ്റാൻഡാണ്. വെക്കുക, അതിന്റെ മേളിലേക്ക് ഇത് വെക്കുക. ഇതാകുമ്പോൾ നമുക്ക് ഈ വലിയ ഗ്രില്ലൊന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല. ഇന്ന് പിന്നെ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കാറ്റാണ്. നമ്മളിവിടെ കുറച്ചുകൂടെ കൂടുതലുള്ള രീതിയിലുള്ള കാറ്റാണ്. അങ്ങനെ ലെസ്റ്ററിൽ ബീച്ച് ഇല്ല എന്നുള്ള സങ്കടം പെതിയെ അങ്ങോട്ട് മാറി. അത്യാവശ്യം നല്ലൊരു സെറ്റപ്പ് തന്നെ ചെയ്ത് കേട്ടോ. നല്ല അടിപൊളി വ്യൂവും കുട്ടികൾ അവരുടെ കളിപ്പാട്ടങ്ങളും ഒക്കെ ആയി കളിക്കാനായിട്ട് സെറ്റായി. ഞാൻ പിന്നെ ആ വ്യൂ അങ്ങ് ശരിക്കും ആസ്വദിച്ചു. ബീച്ചിന്റെ അടുത്ത് കളിക്കേണ്ടാത്തവർക്കായി അവര് സ്പെഷ്യലായിട്ടൊരു ഏരിയ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, സാൻഡ് ഏരിയ. അവിടെ കിടന്ന് എല്ലാരും അങ്ങോട്ട് തിമിർത്തു. ജോഷുക്കുട്ടന് പിന്നെ കളിക്കാൻ പുതിയ ചേച്ചിമാരെയും കൂട്ടുകാരെയും ഒക്കെ കിട്ടിയപ്പോഴത്തേന് അവൻ ഹാപ്പിയായി. വിശപ്പിന്റെ വിളി ചെറുതായി വയറൊന്ന് മൂളിയപ്പോൾ എന്തായി ഇവരുടെ പരിപാടി എന്നറിയാനായിട്ട് ഇങ്ങോട്ട് വന്നതാ. മത്തായിച്ചൻ അവിടെ കാര്യമായി നോക്കുന്നൊക്കെ ഉണ്ട്. ജോഷുവിന്റെ ഹെലികോപ്റ്റർ കണ്ടപ്പോൾ കളിക്കാൻ എനിക്കൊരാഗ്രഹം. പക്ഷെ ഒന്ന് പറത്താൻ നോക്കിയെങ്കിലും പണി പാളിപ്പോയി.
കുട്ടികളുടെ വിശപ്പടക്കാനായിട്ട് ശ്രുതി ചേച്ചിയും ചാച്ചയും പെതുക്കെ സ്നാക്സ് ബോക്സ് ഓപ്പൺ ചെയ്ത് അവരെ ഹാപ്പിയാക്കി. വിശപ്പിന്റെ വിളി പിന്നെയും മൂർജിച്ചപ്പോൾ മത്തായച്ചനോട് പോയി പെതിയൊന്ന് ചോദിച്ചു, മത്തായച്ച വല്ലതും നടക്കുവോ? അപ്പൊ പുള്ളിയുടെ വകയൊരു ഡയലോഗ്, ദേ ഇപ്പൊ ശരിയാക്കി തരാമെന്ന്. അപ്പോഴേ മനസ്സിലായി കാര്യമൊന്നും ഉടനെ നടക്കാൻ പോകുന്നില്ലാന്ന്. പിന്നെ അവിടെ ഇരുന്ന കുറച്ച് സാധനങ്ങളും ഒക്കെ വെച്ച് ഞങ്ങൾ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. ഇനി ചെന്ന് ശല്യപ്പെടുത്താതിരിക്കാൻ ജിതിച്ചേട്ടൻ ദേ സ്പീക്കറൊക്കെ എടുത്തുകൊണ്ട് സെറ്റാക്കി തന്നു. പിന്നെ ശ്രുതി ചേച്ചിയുടെ ഫോണിലെ പാട്ടൊക്കെ കേട്ട് ഞങ്ങൾ അങ്ങനെ ആ വൈബ് അങ്ങ് ആസ്വദിച്ചു. അപ്പോ ദേ ലേറ്റായി വന്നാല് ലേറ്റസ്റ്റാ വരുവേ, ദേ എത്തി നമ്മുടെ ജെബിൻ ചേട്ടൻ. കൂടെ ചേച്ചിയും ജോവാനയും ഉണ്ടായിരുന്നു. അങ്ങനെ ജോഷുടെ കൂടി കളിക്കാൻ ഒരാളൂടെ കിട്ടി. പിന്നെ ഇന്നത്തെ ഈ വരവിന് സ്പെഷ്യലായ ഒരാളുണ്ട്, നമ്മുടെ സിയാന ബേബി. അവളുടെ ആദ്യത്തെ ബേബിക്ക് എൻജോയ് ചെയ്യാൻ വന്നതാ. പിന്നെ ബേബിയൊക്കെ കളിപ്പിച്ച് അങ്ങനെ ഇരുന്നപ്പോൾ അപ്പുറത്തുനിന്ന് പെതി ഒരാൾ എന്നെ കുശുമ്പോളൊന്ന് നോക്കുന്നത് ഞാൻ കണ്ടു. അപ്പോ ലച്ചു ചേച്ചിയുടെ വക ജോഷുവിന് മരം കയറാനുള്ള ട്രെയിനിങ്. പുള്ളി ആവുന്നത് ശ്രമിച്ചിട്ടും അവിടെ നടക്കുന്നില്ല. പോയി കൂട്ടര് വേദൂസിനെ വിളിച്ചോണ്ട വന്നു. എത്ര ട്രെയിനിങ് കൊടുത്തിട്ടും പുള്ളിക്ക് കൂടെ ശരിയാവുന്നില്ല. ഒരു കൈ സഹായം കൊടുക്കാൻ മിയ ചേച്ചിയും എത്തി. പക്ഷെ നോ രക്ഷ. അത് കഴിഞ്ഞപ്പോൾ ദേ ലച്ചുവിന്റെ വക അടുത്ത പെർഫോമൻസ്. അത് കണ്ട് വായ പൊളിച്ചു നിന്ന് ജോഷു അത് പെതിയൊന്ന് ട്രൈ ചെയ്യാൻ നോക്കി. മൂക്ക് കുത്തി താഴെ കിടക്കാതിരുന്നത് ഭാഗ്യം. പറയാതിരിക്കാൻ പറ്റില്ല, ജെബിൻ ചേട്ടൻ വന്നു കഴിഞ്ഞ പിന്നെ സീനാകെ കളർഫുൾ ആയി. ഇന്നത്തെ ബാർബിക്യൂന്റെ ബുദ്ധി ഉദിച്ചത് പുള്ളിയുടെ തലേന്ന. അപ്പൊ ഞാൻ വിചാരിച്ചു പുള്ളിയെ ചെറുതായി ഒന്ന് സുഖിപ്പിച്ചേക്കാവുന്ന്. പിന്നെ മസാല പുരട്ടിയതും പുരട്ടാത്തതുമായ വെജിറ്റബിൾസും ഒക്കെ പുള്ളി BBQ ചെയ്യാൻ തുടങ്ങി. ദേ അപ്പോഴേക്കും നമ്മുടെ ടേബിൾ ഏകദേശം സെറ്റായി. ടേബിൾ സെറ്റാക്കുന്നതിന്റെ കോർഡിനേഷൻ ചാച്ചയ്ക്ക് തന്നെയായിരുന്നു കേട്ടോ. അതൊക്കെ അങ്ങനെ ഓർഗനൈസ്ഡ് ആയിട്ടിരിക്കാൻ പുള്ളിക്ക് അല്ലേലും ഒരു ഇഷ്ടമാണ്. അങ്ങനെ നമ്മുടെ മൊരിഞ്ഞ ചിക്കൻ ദേ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഒരുപാട് പ്രാവശ്യം BBQ ചെയ്ത ചിക്കൻ കഴിച്ചിട്ടുണ്ടെങ്കിലും ഇന്നത്തെ ചിക്കൻ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു. അതിന്റെ കൈപ്പുള്ളി ആർക്കാണെന്നല്ലേ, നമ്മുടെ സ്വന്തം ജെബിൻ ചേട്ടന്. പക്ഷെ എത്ര ചോദിച്ചിട്ടും പുള്ളി റെസിപ്പീസ് ഒന്നും പറഞ്ഞു തന്നിട്ടില്ല. പുള്ളിക്കിത് ചെറുതായൊരു ബിസിനസ് തുടങ്ങിയാലോ എന്നുള്ള ആലോചന ഉണ്ടെന്ന് തോന്നുന്നു. ഫുഡടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ദേ കുട്ടികളെയും കൊണ്ട് പാർക്കിലേക്ക് പോയി. നമുക്കിവിടെ ഒരാളെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ മത്തായിച്ചിന്റെ വൈഫ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അത് വേദവാക്യമാ. ടീച്ചറായതിന്റെ പ്രയോജനമാണെന്ന് തോന്നുന്നു. പിന്നായിരുന്നു ഇന്നത്തെ ഹൈലൈറ്റ്, ബീച്ചിലുള്ള കളി. സാധാരണഗതിയിൽ കാലിൽ കല്ല് കൊണ്ടിട്ട് UK ബീച്ചിലൊന്നും ഇറങ്ങാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ലാത്തത് കൊണ്ട് കുട്ടികളൊക്കെ മാക്സിമം എൻജോയ് ചെയ്തു. കൂടെ ദേ ചാച്ചയും. വെള്ളത്തിന് തണുപ്പൊന്നും കുട്ടികൾക്കൊരു പ്രശ്നമേ ഇല്ലായിരുന്നു. അവര് മാക്സിമം എൻജോയ് ചെയ്തു. ചേച്ചി ഇറങ്ങുന്നില്ലേ ചേച്ചി? എന്താ പറ്റി? എവിടെ ബീച്ച് കണ്ടാലും അപ്പൊ ചാടി ഇറങ്ങുന്ന ആളായിരുന്നു ഞാൻ. പക്ഷെ ഇന്ന് ഞാൻ പെരിയെ പുറകോട്ടൊന്ന് വലിഞ്ഞു. തണുപ്പ് കാരണം എനിക്കൊരു രക്ഷയില്ലായിരുന്നു. അങ്ങനെ ബീച്ചിലെ കളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതേ പോയി കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു. ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ പെട്ടോട്ടെ. പറയാതിരിക്കാൻ പറ്റില്ല, ലെസ്ട്രൽ ബീച്ചില്ല എന്നുള്ള സങ്കടം മാറി. ഫാമിലിയും കൊണ്ടൊക്കെ 1 ഡേ വരാൻ നല്ല സൂപ്പർ പ്ലേസ് ആണ് കേട്ടോ ഇത്. പിന്നെ മഴ വരുമെന്ന് വെതറമായി പറഞ്ഞ പാടെ പിന്നെ ഞങ്ങൾ പെതിയെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് അവിടുന്ന് സ്കൂട്ടായി. പോകുന്ന വഴിക്ക് നല്ല മഴ, ഒരു നല്ല കട്ടനൊക്കെ കുടിച്ച് അങ്ങനെ ഞങ്ങൾ പെതിയെ കൂടടഞ്ഞു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.